34-35 തൊട്ട് പിറകിൽ 35-34 എന്നുള്ള നിലയിൽ, അതായത് EVM കൗണ്ടുകൾ വരുമ്പോൾ നേരത്തെ ബാലഗോപാലും അതുപോലെ ബസന്തും പറഞ്ഞത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കണം, ഇത് അന്തിമം എന്ന് പറയാൻ കഴിയില്ല. 34-35 എന്നുള്ള നിലയിൽ ഇപ്പൊ 35 എടുത്ത് BJP, 34 എടുത്ത് ആപ്പ് മാറി മാറി വരികയാണ്. അതങ്ങനെ വേണം. നേരത്തെ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായ ഒരു മുന്നോട്ട് പോക്ക് എന്നുള്ളതല്ല, ഇഞ്ചോടിഞ്ച് മത്സരം എന്ന നിലയ്ക്ക്. ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞാൽ പോലും അത് ആം ആദ്മി പാർട്ടിയുടെ മണ്ണയാണ് നടക്കുന്നത്. BJPയുടെ അധിനിവേശം തന്നെയാണ് നമുക്ക് ഡൽഹിയിൽ അങ്ങനെയാണെങ്കിൽ പോലും പറയാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഏകപക്ഷീയമായ ഒരു മുന്നോട്ട് പോക്കില്ലായെങ്കിലും കടുത്ത പോരാട്ടത്തിന് മണ്ണ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത്. സൂചക 35-34. അതെ, ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക ട്രെൻഡ് വന്നത് 8 സീറ്റിലാണ്, 6 BJP. ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് എന്ന് പറയുന്ന നമ്പറിലേക്കുള്ള ഡീല് ഇപ്പോ ഇഞ്ചോടിഞ്ചാണ്. ഔദ്യോഗിക കണക്കിൽ 6-2 എന്നുള്ളതാണ് കണക്ക്. BJP 6-ഉം ആം ആദ്മി പാർട്ടി 2-ഉം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി നൽകുന്ന 35 സീറ്റുകളിൽ BJP ലീഡ് എടുത്തിരിക്കുകയാണ്. 34 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, 1 സീറ്റിൽ കോൺഗ്രസ്. അതാ നോക്കൂ, ഇഞ്ചോടിഞ്ചിൽ 1 സീറ്റ് കോൺഗ്രസിന്റെ സീറ്റാണ് അവിടെ നിർണായകമായിരിക്കും. വല്ലാത്തൊരു നമ്പറാണ്. 35-34-1 കോൺഗ്രസ് പ്ലസ് ആം ആദ്മി 35 ആണ്. സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു ഈ മത്സരം. ഇതുവരെ ഉള്ള കണക്ക് ഇപ്പൊ ഇവിടെ നിർത്തിയാൽ ഒരിടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 34-35-1. ഇവിടെ നിന്ന് ഇനി മുന്നോട്ടാര്? കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് BJP പ്രതീക്ഷിക്കുന്ന 50-ലേക്ക് BJP എത്തുമോ? അതോ കഴിഞ്ഞ തവണത്തേതിന് തുല്യമായ ആം ആദ്മി പാർട്ടിയുടെ കൊടുങ്കാറ്റ് ദില്ലിയിൽ ആഞ്ഞടിക്കുമോ? ഈ പറയുന്ന രാഷ്ട്രീയമായ പ്രതികാര ബുദ്ധിക്ക് അല്ലെങ്കിൽ പ്രതികാരത്തിന് തങ്ങൾ ഇരയായി എന്ന് ആം ആദ്മി പറയുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കൊക്കെ മറുപടി പറയാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമോ? അരവിന്ദ് കെജ്രിവാളിന് കഴിയുമോ? മനീഷ് സിസോദിക്ക് കഴിയുമോ? അദ്വിഷിക്ക് കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉള്ളപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നീട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ 50-ൽ നിന്ന് 35-ലേക്ക് BJP വരുമ്പോൾ ഇവരുടെയൊക്കെ ലീഡ് നിലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് വരേണ്ടതുണ്ട്. നമുക്ക് ദില്ലി നിലവിൽ ഇഞ്ചോടിഞ്ച്. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വിവരം പ്രകാരം നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 8ഇടത്തെ ഫലമാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിമിഷം 9-10 ആകുമ്പോൾ പുറത്തുവിടുന്നത്. അതിൽ 6ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു, 2ഇടത്ത് ആം ആദ്മി പാർട്ടി. BJP 33. കേവല ഭൂരിപക്ഷം ലീഡ് നിലയിൽ മറികടക്കുകയാണ് ആം ആദ്മി പാർട്ടി. 36 സീറ്റുകളിൽ ലീഡ് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. 33-ലേക്ക് BJPയും. 36-33-1. 36 ആം ആദ്മി പാർട്ടി, 33 സീറ്റിൽ BJP, ഒരിടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. മാറി മറിഞ്ഞു വരികയാണ്. EVM മെഷീനിലെ വോട്ട് എണ്ണി തുടങ്ങി. ആദ്യ റൗണ്ടിലെ ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി മുതൽ കളി അല്പം സീരിയസ് ആവാൻ പോവുകയാണ്.